നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഇന്നലെ സഖാവ് ധനരാജ് രക്തസാക്ഷി ദിനാചരണം വിപുലമായ നിലയിൽ ആചരിക്കപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനതിൻ്റെ അടിയിൽ ഒരു കുറിപ്പ് എഴുതേണ്ടി വന്നു. രക്തസാക്ഷികളെ അപമാനിക്കുന്ന രീതിയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടീൻ്റെ ആയാലും, ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയായാലും, എന്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരായാലും. കാരണം അവർ നിരപരാധികളാണ്. അവരാഗ്രഹിച്ചുകൊണ്ട് ഉണ്ടായ ഒരു രക്തസാക്ഷിത്വമല്ല, അവർ വരുത്തി വച്ചതുമല്ല. പിന്നെ അവരുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നോർത്ത് അവരെ അപമാനിക്കരുത് എന്ന് ആ നിലപാട് തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഈ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് രക്തസാക്ഷികളുടെ പോസ്റ്റുകൾക്ക് അടിയിൽ വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം സഖാവ് കെ യാക്കൂബിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനടിയിൽ, ഞാനിട്ട പോസ്റ്റിൻ്റെ അടിയിൽ വന്നോട്ടെ, കുഴപ്പമില്ല, അതിന് ചിലപ്പോൾ ചിലവർ പല രീതിയും പറയും. അപ്പോൾ യാക്കൂബിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഇവൻ ചുടാപ്പിയാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞനന്തൻ സഖാവിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനടിയിലും ഇതേപോലെ നിരവധിയായ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. യാക്കൂബുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ധനരാജ് രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ പോസ്റ്റിനടിയിൽ കമൻറ്റുകൾ, തെറിവിളികൾ ഉണ്ടായിക്കോട്ടെ, സ്വാഭാവികമായും അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇന്നലെ CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിൻ്റെയും അതുപോലെ തന്നെ TI മധുസൂദനും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TI മധുസൂദനും ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. ഒരു പൂരപ്പറമ്പ് പോലെ, വെടിക്കെട്ട് പോലെ. അപ്പോൾ TI മധുസൂദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും പയ്യന്നൂർ ഉള്ളതാണ്. അതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവാദങ്ങൾ, വിഷയങ്ങൾ, സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് തെളിയിക്കപ്പെടാതെയും ആരോപണങ്ങളായിട്ടൊക്കെ. അതെന്തോ ആട്ടെ, ആ വിഷയം നമ്മുടെ വിഷയമല്ല. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും നമുക്ക് സംശയങ്ങൾ ബാക്കിയായിട്ട് നിൽക്കുന്നതാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പയ്യന്നൂർ VK നിഷാദിനെ DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാക്കി തെരഞ്ഞെടുത്തുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റുകളുടെ പൂരത്തെറിഘോഷം, കമൻറ്റുകളുടെ എന്ന് പറയേണ്ടത് ഏതെല്ലാം തലത്തിൽ ഒടുവിൽ വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കി പ്രതിരോധം തീർക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആളുകൾ ഈ നമ്മളുടെയൊക്കെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് തെറി വിളിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയും തെറി ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പറയാം. അവരെങ്കിലും ഈ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിൻ്റെ, CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ പ്രതിരോധം തീർക്കാൻ TI മധുസൂദനൻ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ട് പോകേണ്ടി വന്നു. എന്നാൽ ഈ നാട്ടിലുള്ള ഈ പറയുന്ന പ്രതിരോധം തീർക്കാൻ വരുന്ന സഖാക്കൾ, അവർ മാത്രം കമൻ്റ് എഴുതിയിട്ട് ആ കമൻറ്റ് ബോക്സ് നിറച്ചിരുന്നുവെങ്കിൽ വന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, മുമ്പ് ഞാൻ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് 80ഓളം ഗ്രൂപ്പുകൾ, 60-80 വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ടായിരുന്നു. ചുവന്ന കേരളം, ചുവപ്പ് സേന, ചുവന്ന കണ്ണൂർ, പിന്നെ ചോക്കാതെ കണ്ണൂർ, അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ. ചുവന്ന കേരളം, ചുവപ്പിൻ്റെ പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് റെഡ് സ്റ്റാർ, റെഡ് ആർമി, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഗ്രൂപ്പുകളിലുണ്ടായിരുന്നു. ചർച്ചകൾ നടക്കുന്ന, അഭിപ്രായങ്ങൾ പറയുന്ന ഗ്രൂപ്പുകൾ. അപ്പോൾ ഒരിക്കൽ KT ജലീലിനെ ചില ലീഗ് പ്രവർത്തകർ വന്ന് ആക്രമിച്ചപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും ആ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് വാട്സപ്പിൽ നിർദ്ദേശം വന്നു, എല്ലാവരും ഇതിൽ കയറി കമൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ആ കമൻറ്റ് ബോക്സ് നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. PV അൻവറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PV അൻവറിന് വേണ്ടി, അതുപോലെ അന്ന് പല നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട്
ആ പ്രതിരോധം തീർക്കാൻ വേണ്ടി വാട്സപ്പിൽ ലിങ്കുകൾ അയച്ചു തന്ന് എന്നിട്ട് പാർട്ടി ഗ്രൂപ്പുകളിൽ വന്ന് അവർ കമൻറ്റുകൾ രേഖപ്പെടുത്തി അത് കണ്ട് അപ്പോൾ ഷെയർ ചെയ്യും. അങ്ങനെ അവർ 10 പേരെ അറിയിച്ച് അങ്ങനെ അതിൽ പ്രതിരോധം തീർത്തൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഒരു ധീര രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കെ രാഗേഷിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് പോലും പ്രതിരോധം തീർക്കാൻ വേണ്ടി പറ്റാതെ, പക്ഷേ നിഷാദിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ വരുന്ന ആളുകൾ, അത്രയും ആളുകളും അവരുടെ ആളുകളും ചേർന്നിട്ടെങ്കിലും ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെയും കമൻറ്റ് ബോക്സ് ഒന്ന് നിറച്ചു കൊടുത്ത് അതിനകത്ത് പ്രതിരോധം തീർത്തിരുന്നുവെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് കമൻറ്റ് ബോക്സ് ഓഫാക്കി പോണ്ടി വരില്ലായിരുന്നു. ഇന്ന് പലപ്പോഴും പാർട്ടിയായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുന്ന ആളുകൾക്ക്, ജില്ലാ സെക്രട്ടറിക്ക്, സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തെറിയുടെ അഭിഷേകവും മോശമായ കമൻറ്റുകളും ഇടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഇവർക്ക് ഒന്നും പറ്റുന്നില്ല. നമ്മളെപ്പോലുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നീ സോഷ്യൽ മീഡിയ ലൈക്കിന് വേണ്ടി ചെയ്യുന്നു, നീ പിന്നെ പൈസ, എനിക്കിതുവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസയൊന്നും കിട്ടിയില്ല, ഞാൻ എൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞ് തെറി അഭിഷേകവും അല്ലാത്ത കമൻറ്റുകളും ഭീഷണികളും മുഴക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രതിരോധിക്കാൻ പറ്റിയില്ല? ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കമൻറ്റ് ബോക്സ് ഓഫാക്കേണ്ടി വന്നു, ജില്ലാ സെക്രട്ടറി തെറികാക്കേണ്ടി വരുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതൊരു പരാജയമാണ്. ഇനിയുള്ള നാളുകളിലെങ്കിലും ഈ ഇവിടുത്തെ മുഴുവൻ പാർട്ടിക്കാരും കൂട്ടായി ചേർന്ന് കഴിഞ്ഞാൽ ഏത് കമൻറ്റ് എഴുതിയിടുന്നവരായാലും എത്ര പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരെയും പ്രതിരോധിക്കാൻ വേണ്ടി കഴിയട്ടെ.